മലപ്പുറത്ത് നിന്നും തട്ടിക്കൊണ്ടുവന്ന വ്യവസായിയെ കൊല്ലം അഞ്ചലിൽ കണ്ടെത്തിയെന്ന വാർത്ത വരികയാണ്. പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പ്രതികൾ പിടിയിലാകുന്ന CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നാണ് പ്രതികളെ പിടികൂടി ഷമീറിനെ മോചിപ്പിച്ചത്. ഇപ്പോൾ കണ്ണൻ നായർ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. കണ്ണൻ ഒപ്പം അരുൺ അമർനാഥും കൂടി നമ്മോടൊപ്പം ചേരും. കണ്ണൻ, ഇപ്പോൾ കൊല്ലത്തേക്കാണ് കൊണ്ടുപോയത് എന്ന ചില സംശയങ്ങൾ നേരത്തെ പിടിയിലായ ആളുകളെ കുറിച്ചൊക്കെയുള്ള ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള സ്ഥിരീകരണത്തിലേക്ക് പോകുമ്പോൾ ഈ കുരുവിക്കോണം എന്ന് പറയുന്ന ഭാഗത്തേക്ക് അതിന്റെ കണക്ഷൻ എന്താണ്? കൊല്ലത്തേക്കുള്ള കണക്ഷൻ എന്താണ്? അവിടെ പ്രതികളായിട്ടുള്ള ആൾക്കാരാരാണ്? എന്താണ് കൊല്ലത്ത് ഈ കുരുവിക്കോണം എന്ന് പറയുമ്പോൾ അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയാണല്ലോ, അല്ലെങ്കിൽ ഏരൂർ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടെ നിന്നുള്ള പോലീസിന്റെ അറിയിപ്പ് എന്താണ്? കണ്ണൻ. കുരുവിക്കോണം പ്രജീഷ് അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. പൊന്നൂരിലുള്ള ഒരു വ്യക്തി ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അയാളുടെ ബന്ധം വെച്ചിട്ടാണ് കൊല്ലം റൂറൽ മേഖല, അതായത് അഞ്ചൽ കുളത്തൂപ്പുഴ മേഖലയൊക്കെ തന്നെ വനമേഖലയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ടായിരിക്കും ഈ വ്യവസായിയുമായി ഇവിടേക്ക് എത്തിയത്. മെനഞ്ഞാന്നാണ് ഈ വ്യവസായിയെ മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയതും. അത് വിദേശത്തുണ്ടായിരുന്ന ഗൾഫിൽ വെച്ചുണ്ടായ ഒരു സാമ്പത്തിക തർക്കത്തിന്റെ ഭാഗമായി തട്ടിക്കൊണ്ടുപോയതാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോയ വ്യക്തിയെ 2 കാറുകളിലായി ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. ഈ വ്യവസായിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. മലപ്പുറം പോലീസാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. അതിനുശേഷം ഇവർ കൊല്ലം ജില്ലയുടെ റൂറൽ മേഖലയിലേക്ക് എത്തിയെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ എസ്.പിക്ക് വിവരങ്ങൾ കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലൂർ ഡാൻസ് ഓഫ് ടീമാണ് ഈ പ്രതികളെക്കുറിച്ചുള്ള ഒരു പരിശോധന നടത്തിയത്. ആ പ്രതികളെ ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്ന് രാവിലെയോടുകൂടിയാണ് പിടികൂടിയത്. അതിനുശേഷം ഈ വ്യവസായിയെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള തർക്കമാണ് ഇതിനുള്ള കാരണമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രതികളുമായി ഇപ്പോൾ മലപ്പുറത്തു നിന്നുള്ള സംഘം മലപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷമായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഈ തട്ടിക്കൊണ്ടുപോകുന്ന വ്യവസായി എവിടേക്ക് കൊണ്ടുവരാൻ കാരണം ഇവിടെ കൊല്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യക്തി കൂടി മറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായി അറിവുണ്ടോ? എന്താണ് ഷമീർ പൂർണ്ണമായും സേഫ് ആണല്ലോ അല്ലേ? പൂർണ്ണമായി സേഫാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നമുക്ക് ലോക്കൽ പോലീസിന്റെ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ ഇത് ഉണ്ടായിരുന്നില്ല. കാര്യം അഞ്ചൽ പോലീസിന് ഇതിൽ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. ഡാൻസ് ഓഫ് ടീം, പുല്ലൂർ കേന്ദ്രമായുള്ള കൊല്ലം റൂറൽ പോലീസിന്റെ ഡാൻസ് ഓഫ് ടീമാണ് ഈ മലപ്പുറം ടീമിനൊപ്പം തന്നെ, മലപ്പുറം പോലീസ് സംഘത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നത്. ആ 2 പോലീസ് സംഘങ്ങൾ ചേർന്നാണ് ഈ കാർ തടഞ്ഞു നിർത്തുകയും ഈ പ്രതികളെ പിടികൂടുകയും ഷമീറിനെ മോചിപ്പിക്കുകയും വ്യവസായിയെ മോചിപ്പിക്കുകയും ചെയ്തത്. മലപ്പുറത്ത് നിന്നുള്ള സംഭവം കൂടി ആയതുകൊണ്ട് തന്നെ അരുൺ അമർനാഥ് കൂടി ചേരുകയാണ്. അരുൺ, 2-3 ദിവസം നീണ്ടു നിന്ന അനിശ്ചിതത്വം ഒഴിയുകയാണ്. ആ അനിശ്ചിതത്വം ഒഴിയാൻ കാരണം ആദ്യം പിടിയിലാകുന്ന ആളുകളെ കുറിച്ച് ഉള്ള സൂചനകൾ, അവരിലൂടെ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ അഞ്ചൽ പുനലൂർ മേഖലയിലേക്ക് എത്തുകയും പ്രതികളെ പിടികൂടി ഈ ഷമീറിനെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിരിക്കുന്നത്. ഇനി മറ്റ് നടപടികൾ സംബന്ധിച്ച് എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ അറിയിക്കാനുള്ളത്? പ്രജീഷ്, അതെ, കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലൊരു നീക്കം തന്നെയായിരുന്നു പോലീസ് നടത്തിയിരുന്നത്. ഈ ചൊവ്വാഴ്ച രാത്രി ഷമീറിനെ കാണാതാകുന്നു. അതിനെ തുടർന്ന് ആ CCTV ദൃശ്യമാണ് ഏറ്റവും നിർണായകമായത്. അത് കേന്ദ്രീകരിച്ച് വാഹനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസ് ഈ ഒല്ലൂരിലേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നത്. അങ്ങനെ മലപ്പുറത്ത് നിന്നുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം തന്നെ കൊല്ലത്തെ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് സംയുക്തമായ ഒരു ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. അത് ഇവിടുത്തെ ഈ കടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ പോലീസിനൊന്നും അതിനെക്കുറിച്ചൊരു വിവരം ഉണ്ടായില്ല. ഇന്ന് രാവിലെയോടുകൂടി ഈ പ്രതികളെയും ഷമീറിനെയും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തിക ഇടപാട് തന്നെയാണ് എന്നുള്ളതാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു വിലയിരുത്തൽ. ആ അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എത്ര പേരുണ്ടായിരുന്നു, ഇതിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ, എന്തായിരുന്നു കൃത്യമായ ഒരു മോട്ടീവ് എന്നുള്ള അന്വേഷണമൊക്കെ തന്നെയാണ് ഇനി അറിയാനുള്ളത്. അത് മലപ്പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. അതിലൂടെ തന്നെയായിരിക്കും ബാക്കി ഉത്തരം കൂടി പോലീസ് അന്വേഷിക്കുന്ന ചോദ്യം കൂടി ഉത്തരം കണ്ടെത്തേണ്ടതുള്ളത് എന്നുള്ളതാണ്. ഷമീറിനെ എന്തായാലും സുരക്ഷിതമായി രക്ഷിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. മലപ്പുറത്തെയും കൊല്ലത്തെയും സംയുക്തമായ പോലീസിന്റെ അന്വേഷണത്തിലൂടെയാണ് ഷമീറിനെ എന്തായാലും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്, മോചിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്.